വെറും 19 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി വയറുവേദനയാണ്, നടുവേദനയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അമ്മമാർക്ക് ഇതറിയില്ലേ? വീട്ടിൽ തൻ്റെ പെൺകുട്ടിക്ക് ഓരോ ദിനം പ്രതി പൊന്തി വരുന്ന സമയത്ത് അമ്മമാർ ചോദിക്കില്ലേ? അപ്പോൾ ഇതെന്താ വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അവൾ ബാത്റൂമിൽ നിന്ന് ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. ഓരോരുത്തർക്ക് കുഞ്ഞില്ലാഞ്ഞിട്ട് ആ കുഞ്ഞ് വല്ല കമ്പിയിലോ വേറെ എവിടെയും കൊളുത്തി അതിൻ്റെ ജീവൻ പോയിട്ടുണ്ടല്ലോ. ഇതേപോലെ ഇവളുടെ അച്ഛനും അമ്മയും ഇവളെയും ഇതുപോലെ വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ ഇവൾ ഇന്ന് ഈ പ്രസവിക്കാനായിട്ട് ഇന്ന് ജീവനോട് ഉണ്ടാവുമായിരുന്നോ? അത്രയ്ക്ക് മനസ്ഥിതിയില്ലാത്ത ആളുകളായിപ്പോയോ? അല്ല, ഒരു പെൺകുട്ടി വീട്ടിൽ എന്തെല്ലാം ചെയ്യുന്നു എന്ന് അച്ഛനമ്മമാർക്ക് നോക്കാൻ സമയമില്ലേ? അവരുടെ മാസമുറകൾ കറക്റ്റാണോ എന്നുള്ളത് അമ്മയ്ക്ക് നോക്കാൻ അറിയില്ലേ? എന്താണെന്ന് ചോദിച്ചാൽ, പെൺകുട്ടികൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് ആ ആളാരാന്ന് കണ്ടുപിടിച്ച് ഒന്നില്ലേ വിവാഹം കഴിച്ചു കൊടുക്കുക. അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടിക്ക് വീട്ടുകാരോട് തുറന്നു പറഞ്ഞൂടെ? അപ്പോൾ ഇതാ പറയുന്നത്, സ്വന്തമായിട്ട് അമ്മമാരോടും അച്ഛന്മാരോടും കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഇല്ലാത്ത മക്കളാണ് ഇങ്ങനെ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മക്കളോട് നല്ല രീതിക്ക് എപ്പോഴും സോഷ്യലായിട്ട് പെരുമാറാൻ പഠിക്കുക. നമ്മുടെ കൂട്ടുകാരെ പോലെ തന്നെ നമ്മൾ മക്കളെയും കാണുക. ആ സമയത്ത് മക്കൾക്ക് എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അവർ നമ്മളോട് തുറന്നു പറയുന്നതായിരിക്കും. അവിടെ വേണം നമ്മുടെ വിജയം കണ്ടെത്താൻ. അറിയോ? ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. മക്കളെ പഠനം എന്ന് പറഞ്ഞ് തല്ലി പഠിപ്പിക്കാതെ, അവരെ പേടിപ്പിക്കാതെ, അവരെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ. അപ്പോൾ അവർക്ക് നമ്മളോട് ഒരു കൂട്ടുകാരിയോട് എന്ന പോലെ നമ്മളോട് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പം മക്കൾക്ക് അവിടെ പേടി തോന്നില്ല. എന്ത് കാര്യമായാലും മക്കൾ നമ്മളോട് ഷെയർ ചെയ്യും. ഇന്നിപ്പോൾ അങ്ങനെ അല്ലാത്തൊരവസ്ഥ കാരണമാണ് ആ കുഞ്ഞിനെ വലിച്ചെറിയാൻ ആ കുട്ടിക്ക് തോന്നിയത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ 9 മാസം വരെ ഈ കുഞ്ഞിനെ ഇത്രയും വലിയ വയറും വെച്ച് നടക്കുന്ന സമയത്ത് അമ്മയ്ക്കറിയില്ലേ മോള് ഗർഭിണിയാണോ വേറെ എന്തെങ്കിലാണോ എന്നുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രസവിച്ച് പോറ്റിക്കൂടെ? അബദ്ധം ഏതായാലും പറ്റിപ്പോയി. അബദ്ധമായിരിക്കുമോ, അറിഞ്ഞുകൊണ്ടാണോ ഇനി അറിയാതെയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ പറയുകയാണ്. പക്ഷെ ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ വിഷമം? എൻ്റെ ചങ്ക് പിടഞ്ഞു പോയി. കാരണം നമുക്കൊരു കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ, ഏത് കുട്ടിയാണെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളതിന് പൊന്നു പോലെ നോക്കാനാണ് നോക്കേണ്ടത്, അല്ലേ? സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ കുട്ടീനെ അങ്ങനെ എൻ്റെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കുമായിരുന്നു. ആ പിഞ്ചു മക്കൾ എന്ത് പിഴച്ചു? അവരറിയുന്നുണ്ടോ തൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്നുള്ളത്? ഇല്ലല്ലോ. അവരല്ലല്ലോ തെറ്റുകാരി, അച്ഛനമ്മമാരിലെ തെറ്റുകാരി. എന്നിട്ട് ബാത്റൂമിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെറിയുക. എന്തോ ഒരു മനക്കെട്ടിയാണ് പെൺകുട്ടികൾക്ക്. ഇതിൽ കുറ്റം പറയേണ്ടത് പെൺകുട്ടിയെയല്ല അച്ഛനമ്മമാരെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൻ്റെ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൂട്ടുകാരെ പോലെ സമീപിക്കാൻ ഓരോ അച്ഛനമ്മമാരും ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല. മക്കളുടെ ഏത് പ്രശ്നത്തിനും നമുക്ക് ഇടപെടാനും കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഇനി ഈ ലോകത്ത് ഇനി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഓക്കെ, ബൈ.